നമ്മളൊരിക്കൽ OTT-ൽ വന്ന മഹാൻ എന്ന സിനിമ നമുക്കത് തിയേറ്റർ മിസ്സായതുകൊണ്ട് വളരെയധികം സങ്കടം ഉണ്ടായതാണ്. തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആസ്വാദകരോടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അന്ന് ആ സിനിമ തിയേറ്ററിൽ നിന്ന് കാണാൻ കഴിയാത്തതിൽ വളരെ സങ്കടം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു സങ്കടം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ സിനിമ തിയേറ്ററിൽ പോയി ആസ്വദിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബൈസൺ കാലമാടൻ എന്ന സിനിമ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയി തന്നെ എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നലെ ഞാൻ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു. എല്ലാവരും നല്ല പ്രതികരണമാണ് സിനിമയ്ക്ക് വന്നത്. കയ്യടിക്കാനുള്ള സീനിലൊക്കെ നല്ല കയ്യടിയും. പിന്നെ സിനിമ വരുന്നത് ഒരു ആക്ഷൻ സ്പോർട്സ് ഡ്രാമ ടൈപ്പുള്ള ഒരു സിനിമയാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് മാരി സെൽവരാജിൻ്റെ കഴിഞ്ഞ 3 സിനിമകളുടെ പേരേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന് മാമണ്ണൻ, പിന്നെ അതുപോലെ നമ്മുടെ കർണൻ, പിന്നെ പരിയരം പെരുമാൾ. അപ്പോൾ ഈ ഒരു 3 സിനിമയെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാരി സെൽവരാജിൻ്റെ ഒരു ഡയറക്ഷൻ എത്രത്തോളം ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ അതും കൂടിയാണ് ഇതിൽ പരിഗണിക്കേണ്ടത്. പിന്നെ അതുപോലെ നമ്മളിതിൽ മ്യൂസിക് ചെയ്ത ആളെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ അദ്ദേഹം സേതുപതി, നമ്മുടെ വിജയ് സേതുപതി എന്ന സിനിമ 2016 ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്. എന്താ നവീൻ പ്രസന്നോ അങ്ങനെ എന്താണ് പേര്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു കൈയടി കൊടുക്കാവുന്നതാണ്. കാരണം നല്ല മികച്ച രീതിയിൽ നല്ല പെർഫെക്റ്റോട് കൂടിയിട്ടാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. സിനിമ 90s കിഡ്സ് എന്നൊക്കെ നമ്മൾ പറയും. 90s സംഭവിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ആ കഥേനെ ബേസ് ചെയ്തിട്ട് നല്ലൊരു പെർഫെക്റ്റോട് കൂടിയിട്ട് ചെയ്ത സിനിമയാണ്. ഇതിങ്ങനെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു റിവ്യൂ ഇടേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ആളുകളും റിവ്യൂവേഴ്സ് കംപ്ലീറ്റ് സിനിമയെ കുറിച്ച് നല്ല റിവ്യൂ തന്നെ പറഞ്ഞത്. ഇനിയിപ്പോൾ അഥവാ റിവ്യൂ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, സിനിമ ആസ്വദിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബൈസൺ കാലമാടൻ എന്ന വിക്രമിൻ്റെ മകനായ ധ്രുവ് വിക്രമിൻ്റെ പടം തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് മിസ്സാക്കി കഴിഞ്ഞാൽ ഫോണിൽ വരാൻ കാത്തിരിക്കേണ്ട. തീർച്ചയായിട്ടും ഫോണിൽ ഉദ്ദേശിക്കേണ്ട OTT-ആണ്. OTT വന്നാൽ നമ്മൾ ഫോണിലേക്ക് കാണുള്ളൂ. അപ്പോൾ ആ ഒരു സിനിമ മിസ്സാക്കാതിരിക്കുന്നതാവും ഏറ്റവും നല്ലത്. കാരണം അത്രയും നല്ലൊരു സിനിമയാണ്.